ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജീവനാണെങ്കിൽ ഹരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹരിയാണെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കിയിട്ട് പറയും, എന്തിനാ കൊച്ചാ തല്ലാനാണോ? നിന്നെ എന്തിനാടാ ഞാൻ തല്ലുന്നേ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ കുരുത്തക്കേട് അത്രയ്ക്കുണ്ടേ, അതുകൊണ്ടൊരു സംശയം എന്ന് പറയാണ്. നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ബാലേന്ദ്രനും ഞങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുമ്പോൾ, എന്ത് കോംപ്രമൈസ് ആക്കിയെന്നോ? നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവനും കൂടി അങ്ങോട്ടേക്ക് വരിക. നാണമുള്ളത് കൊണ്ടാണല്ലോ കോംപ്രമൈസ് ആക്കിയത്. എന്തൊക്കെയായിരുന്നു ഇന്നലെ വരെ? ബാലചന്ദ്രനെ അത് ചെയ്യും ഇത് ചെയ്യും, മലിനെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വല്യച്ഛൻ വന്നപ്പോഴേക്കും നിങ്ങളുടെ പല്ലും നഖമൊക്കെ വലിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗംഗാധരനും കൂടി അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. ആ കൂടുതലുള്ള പല്ലുകളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഹരിയോട് പറയും, നമ്മളെ ഇനി മുതൽ കടപ്പാട്ടൂരുകാരായിട്ട് ഒരു പ്രശ്നവുമില്ല. അവളെ ഉപദ്രവിക്കാനോ ഒന്നിനും അങ്ങോട്ടേക്ക് പോവും വേണ്ട. സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ അലീനയെ കാണണം എന്നൊക്കെ പറയുമ്പോഴേക്കും അടിപൊളി എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ഹരി. ബാലേന്ദ്രൻ അങ്കിളിന്റെ ഭീഷണിക്ക് നേരെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ പതറിപ്പോയോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്ന നേരത്ത് രാജീവൻ പറയും, എടാ നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നിനക്ക് പഠിക്കല്ലേ വേണ്ടത്? പഠിച്ചൊരു ജോലി കണ്ടെത്താൻ നോക്ക്. ഞങ്ങൾ പല കാര്യങ്ങളിലും ഇടപെടും, അതിലൊന്നും തലയിടാൻ നീ വരണ്ട എന്നങ്ങ് പറയുന്ന നേരത്ത് വെള്ളം കലക്കും ചെയ്തു, മീനിനെ ഒട്ടും കിട്ടിയതുമില്ല. ആകെ നാണക്കേടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരി അങ്ങ് പോകുക. ഹരി നേരെ ചെല്ലുന്നത് കമലയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ. കമലയോട് പറയും, ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയതമ്മേ? വല്യച്ഛൻ വന്നപ്പോൾ ആകെ മാറി മറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്താടാ എന്താ പറ്റിയെന്ന്? അവരൊക്കെ എന്നോട് പറയാം കടപ്പാട്ടുകാരായിട്ട് യാതൊരു പ്രശ്നവുമില്ല, അലീനയെ സ്വന്തം സിസ്റ്ററായിട്ട് കാണണമെന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എനിക്ക് അവരോട് ചോദിച്ചുകൂടായിരുന്നില്ലേ? സ്വന്തം പെങ്ങളെ ഇങ്ങനെ ആക്കിയവനോട് പെങ്ങളുടെ ഭർത്താവ് മറ്റൊരു മകളെ കൊണ്ട് താമസിപ്പിച്ചതിന് നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ എന്ന്? ഓ അതൊക്കെ ഞാൻ ചോദിച്ചമ്മേ. അവർക്കാർക്കും അതിനൊന്നും പറയാനില്ല. കൊച്ചച്ഛൻ വരെ ആകെ മാറിപ്പോയമ്മേ. ഇന്നലെ കണ്ട ആളേ അല്ല. അപ്പൊ നമ്മള് ബബിതയും രോഹിയെയും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നില്ലേ? അപ്പൊ അതോന്ന് ചോദിക്കുമ്പോ ഹരി പറയും, അവരിനി നാണം കെട്ട് പോകേണ്ടി വരും. എന്തായാലും കൊച്ചച്ഛനും അച്ഛനൊക്കെ നോബൽ സമ്മാനം ഉറപ്പിച്ച മട്ടാണമ്മേ എന്ന് പറയുമ്പോൾ കമല പറയും, ജങ്ങേട്ടന്റെ പണിയാ ഇതൊക്കെ. ഞാനേ ശിവേട്ടനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ, എല്ലാം ഞാൻ ചോദിക്കും. അച്ഛൻ അമ്മയോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കമല പറയും, ബബിതയും രോഹിയെയും വഴക്കൊക്കെ തീർന്നെങ്കിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പറയാം എന്ന് പറയാണ്. അപ്പോൾ ഹരി പറയും, അതേതായാലും വേണ്ട, എനിക്ക് ഇവിടെ ഒരു കമ്പനിയൊക്കെ വേണ്ടേ. ഫ്ലൈറ്റും പിടിച്ച് വന്നവർ നാളെയോ മറ്റന്നാളോ അങ്ങ് സ്ഥലം വിടും, അതുകൊണ്ട് അവർ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയേക്കാം എന്ന് പറയാണ്. എന്നിട്ട് കമല പറയും, ആ ബബിത ഉണ്ടല്ലോ എപ്പോഴും ഫോണിലാ, അതെനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഹരി പറയും, അപ്പൊ രഞ്ജുവോ? അവളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കമലയ്ക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല കേട്ടോ. എന്നിട്ട് പറയും, അമ്മ ഇപ്പൊ തൽക്കാലം ചെന്ന് അച്ഛനെ കണ്ട് കാര്യം പറ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെയാണ് കമല കയറി പോകുന്നത്. കമല അങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ ഗംഗാധരൻ ആ റൂമിന് വെളിയിൽ വരുന്നുണ്ട്. അപ്പൊ ഗംഗനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് കമല റൂമിലേക്ക് കയറി പോകുന്നത്. അപ്പൊ റൂമിൽ നമ്മുടെ ശിവനും രാജീവനും തമ്മിൽ നല്ല ചർച്ചയിലാണ്. അങ്ങോട്ടേക്കായിരിക്കും കമല കയറി ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കും, ഞാനേ ഇന്നലെയും മിനിയാന്നൊന്നും ചോദിക്കാതിരുന്നത് നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, ആ അതെ, ഞങ്ങളെ അന്നേരം ചോദിക്കാതെ നന്നായി, നല്ല ടെൻഷനിലായിരുന്നു. ഇന്നലെയും മിനിയാന്നുമായിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, ആ അതൊക്കെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഹരി പറഞ്ഞല്ലോ നിങ്ങള് ബാലേന്ദ്രന്റെ അടുത്ത് അടിയറവ് പറഞ്ഞെന്ന്. ഓ അവൻ അങ്ങനെയും പറഞ്ഞാ? ആ അവൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അച്ഛനും കൊച്ചച്ഛനും വലിയച്ഛനും കൂടി തോറ്റു തുന്നം പാടിയാ വന്നിരിക്കുന്നതെന്ന്. അപ്പോഴേക്ക് രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നല്ല പറഞ്ഞ കമലയെടുത്തി, ഒരു താൽക്കാലികമായിട്ട് ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കുന്ന. എന്തിനാ താൽക്കാലികമാക്കുന്നത്? അങ്ങ് വെടിവെക്കൽ തുടങ്ങിക്കോ എന്ന് പറയാൻ കേട്ടോ കമല. എന്നിട്ട് പറയും, ശിവേട്ടാ നമ്മൾ എന്തിനാ ഇത്രയും തോന്നെ ചെയ്തു വെച്ചേ? സറണ്ടർ ആവാനാണോ? ഞാൻ ഒരാളെ വെറുത്ത് തന്നെയാ, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോ നമ്മുടെ ശിവൻ ചോദിക്കും, നീ ഇപ്പൊ ആരെയാ വെറുത്തെന്ന്? അലീനയും ബാലേന്ദ്രനെയും. ആ നിനക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടെ വെറുത്തോ, നിനക്ക് തൃപ്തിയാവുന്നത് വരെ. നിങ്ങൾക്കൊക്കെ ചോണയില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ബാലേന്ദ്രനെ ഇവിടെ കൊണ്ടുവന്ന് മുട്ട് കുത്തിച്ചേനെന്നൊക്കെ കമല പറയുമ്പോൾ രാജീവ് എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, കമല എടുത്തി എല്ലാവരും കൂടി ഇങ്ങനെ ചിതറിനേലും നല്ലത് നല്ല പോലെ മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പൊ അലീനെ അവിടെ തന്നെ നിർത്താനാണോ തീരുമാനം എന്ന് കമല ചോദിക്കുമ്പോൾ, എത്ര കാലം ഉണ്ടാവും അവിടെ? അവളെ കല്യാണം കഴിച്ച് വിടണ്ടേന്ന് ചോദിക്കട്ടെ ശിവൻ. ഓ അപ്പൊ അവളെ കല്യാണം കഴിപ്പിച്ച് വിടാനും തീരുമാനമായോ? അവള് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ, അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ കുടുംബം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് ശിവൻ പറയുന്ന നേരത്ത് കമല പറയും, ഓ
ഓ എന്നാ പിന്നെ സ്വന്തം മകനെ കെട്ടിച്ചങ്ങ് കൊടുക്ക്, അപ്പൊ തൃപ്തിയാവല്ലോ എന്നങ്ങ് പറയുന്നത് നമ്മുടെ ശിവൻ പറയും എനിക്കൊരു പ്രശ്നമില്ല, അലീനയും ബാലേന്ദ്രനും സമ്മതിച്ചാൽ ഒരു കുഴപ്പമില്ല മനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കമല ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തൊക്കെയാ ശിവേട്ട ഈ പറയുന്നേ? ബാലേന്ദ്രനെ കണ്ടവന്മാരില് ജനിച്ച ആ അലവലാതിയെ പിടിച്ച് നമ്മുടെ മനുവിനെ താലി കെട്ടിപ്പിക്കാനോ? അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജീവൻ ചോദിക്കും ശിവേട്ടനില്ലാത്ത വാശിയൊക്കെ എന്തിനാ കമല ഇടത്തേക്ക്? അപ്പൊ കമല വന്നിട്ട് പറയും അവനെ എന്നെ ചൂലുകൊണ്ട് അടിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടൊക്കെ എല്ലാവരും മറന്നുപോയോ? എൻ്റെ മകനും കൊടുത്തല്ല അടി, എന്നിട്ട് വലിയൊരു കോംപ്രമൈസ്, ഇതിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ആവാതെ കമലയെടുത്ത് പിന്നെ എന്ത് ചെയ്യാനാ ചോദിക്കുമ്പോൾ നിന്റെ പെങ്ങളല്ലേടാ വൈജ, അവളെ ഓർത്തിട്ട് എന്നെ ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറായതെന്ന് പറയട്ടെ രാജീവൻ. ആക്സിഡന്റ് ഉണ്ടാവാൻ ആരാ കാരണം എന്ന് കമല ചോദിക്കുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് അത് അവള് കാരണം തന്നെയാ അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ 1.5 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വല്ല കാര്യം വൈജയ്ക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് അത്രയ്ക്ക് മനപ്രയാസം ഉണ്ടായിട്ടാ അവളോട് അങ്ങനത്തെ വർത്താനല്ലേ ബാലേന്ദ്രൻ പറഞ്ഞതെന്ന് കമല പറയുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈജ പിന്നെ വാ തുറന്നിട്ടില്ലല്ലോ. അപ്പോ ബാലേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ വൈജയന്തി വേണോ അലീന വേണോ ഈ വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ അലീന മതിയെന്ന് ബാലേന്ദ്രൻ പറഞ്ഞെന്ന്. അത് തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാലോ എന്ന് കമല പറയാട്ടോ. അപ്പൊ രാജീവൻ പറയുന്നുണ്ട് വെറുതെ യുദ്ധത്തിന് ഇറങ്ങിയാല് വൈജയുടെ ഭാഗത്ത് തന്നെയാ തെറ്റ്, നമ്മൾ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന കമല പറയുന്നുണ്ട് നിന്റെ ചികിട്ടത്തും ഒന്ന് പൊട്ടിച്ചല്ലോ ബാലേന്ദ്രൻ, അതും വാങ്ങിച്ച് നീ സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് കയറിയില്ലടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗംഗാധരൻ വരുന്നുണ്ട് കേട്ടോ. കമലെ ഇതിന്റെ പ്രശ്നം എന്താ ഇപ്പോ? എല്ലാരും അടിച്ചങ്ങ് തീരണോ? കുറെ നേരമല്ലോ ഇങ്ങനെ ചെറിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ കമല പറയുന്നുണ്ട് ഞാനാണ് ചൂലിന് അടി വാങ്ങിയത്, അതും എന്റെ ഭർത്താവിന് മുന്നിൽ വെച്ച് എന്ന് പറയുമ്പോ ഗംഗാധരൻ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാ? വല്ലവരുടെയും വീട്ടിൽ കയറി അവിടെയുള്ള പെൺകുട്ടിയെ വലിച്ചിറക്കി കാറിൽ കയറ്റി വല്ലയിടത്തും കൊണ്ടുപോയിട്ടതിനല്ലേ? അതിന്റെ പേരിൽ ബാലേന്ദ്രൻ ചൂലെടുത്തെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ചൂരലെടുത്തേനെ എന്ന് പറയാട്ടോ ഗംഗാധരൻ. ഇത് കേൾക്കുമ്പോൾ നേരെ ശിവന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കേട്ടില്ലേ ചൂരലോണ്ട് അടിക്കുമെന്ന്, നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശിവ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് പറയും ഞാൻ പിന്നെ ഗംഗേട്ടനെ അടിക്കണമായിരുന്നോ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. ഇതൊക്കെ ഞാൻ കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യണം, അതൊക്കെ എന്റെ വിധി, ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് കയറി പോയില്ലേ എന്നങ്ങ് ചോദിക്കാണ് മക്കളെ. പിന്നെ പൊരിഞ്ഞ തല്ലാണ് കേട്ടോ. ഏതാടി ആണുങ്ങളില്ലാത്ത വീടെന്ന് ചോദിക്കും ഈ വീട് എന്ന് പറയും. നിനക്ക് പിന്നെ എങ്ങനെ 3 മക്കളുണ്ടായത്? നീ കൊണ്ടുവന്നതാണോ? ഇപ്പൊ പറയണം, എന്നിട്ട് വേണം എനിക്ക് നീ ഇവിടെ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഗംഗാധരനും രാജീവനൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരൊക്കെ നോക്കിയിട്ട് നമ്മുടെ കമല മാറങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ്. അപ്പോഴേക്കും ശിവൻ കൈ പിടിച്ച് വലിക്കും. എങ്ങോട്ടാ നീ പോകുന്നത്? മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. നീ കൊണ്ടുവന്നതാണോ ഈ 3 മക്കളെ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയേ. ആരാ അവരുടെ അച്ഛൻ, ഞാനാണോ അതോ രാമപുരത്ത് കേശവനാണോ എന്ന് ചോദിക്കും. ശിവേട്ടനാന്ന് പറയട്ടോ. ശിവേട്ടൻ എന്ന് പറഞ്ഞവൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കമല പറയും ആണാന്ന് പറയുമ്പോഴേക്കും അടിക്കാൻ വേണ്ടി ഓങ്ങുന്നുണ്ട്, അടി കിട്ടുന്നില്ല കേട്ടോ. ഒരെണ്ണം തന്നാൽ കണ്ണും മൂക്കും ഈ മുഖത്ത് ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ആകെ ചമ്മി നാറ് കണ്ടിട്ട് നമ്മുടെ കമല